നമസ്കാരം. ഞാൻ flybird.in എന്ന കമ്പനിയുടെ CEO ആണ്, ഡോക്ടർ വിപിൻ. ഞാൻ ദുബായിൽ ഷാർജയിൽ പ്രാക്ടീസ് ചെയ്യുന്നു. 10 വർഷമായിട്ട് ദുബായിലും ആസ്റ്റർ, NMC പോലുള്ള കമ്പനികളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാൻ സ്വന്തമായിട്ട് എനിക്കൊരു ക്ലിനിക്കുണ്ട്, നാട്ടിലും ക്ലിനിക്കുണ്ട്. ഞങ്ങൾ 1975 മുതൽ ചാലക്കുടിയിൽ സെറ്റിലായ ആൾക്കാരാണ്. അപ്പോൾ ഫ്ലൈബേർഡിനെ കുറിച്ചിട്ട് നമ്മൾ പ്രൊമോട്ടേഴ്സിന് വേണ്ടിയിട്ട് അഡ്വർടൈസ്മെൻ്റ് കൊടുത്തിരുന്നു. അപ്പോൾ പലർക്കും പല സംശയങ്ങളുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരോടും അത് സംശയങ്ങൾ പറഞ്ഞ് തീർക്കാനായിട്ട് ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ ഒരു വീഡിയോ ഇടാമെന്ന് കരുതി. ഞാൻ അത്രയ്ക്കും ഇത്തിരി ക്ലോസ്ട്രോഫോബിക് ആയിട്ടുള്ള ആളാണ്. ഞാൻ അങ്ങനെ വീഡിയോ ഒന്നും ചെയ്യാറില്ല. എഴുതാറാണ് പതിവ്. എഴുതി കാശ് വാങ്ങിക്കാറുണ്ട്. വരച്ചും കാശ് വാങ്ങിക്കാറുണ്ട്. ഫോട്ടോ എടുത്തിട്ടും കാശ് വാങ്ങിക്കാറുണ്ട്. അങ്ങനെ പല തരത്തിലും നമ്മളുടെ ടാലൻസ് ഉപയോഗിച്ചിട്ട് നമുക്ക് റവന്യൂ ഉണ്ടാക്കാറുണ്ട്. ഇപ്പോൾ റിമോട്ട് വർക്ക് എന്ന് പറയുന്നത് അതൊരു പുതിയ ആശയമൊന്നുമല്ല. ഒരുപാട് കാലം മുതലേ റിമോട്ട് വർക്കുകൾ ഉണ്ട്. അത് സ്പൈ വർക്കാണെങ്കിലും അല്ലെങ്കിൽ ന്യൂസ് റിപ്പോർട്ടിംഗ് ആണെങ്കിലും ടെലിഗ്രാഫിക് മോഴ്സ് കോഡ് വഴിയിട്ടുള്ള ഇൻ്റലിജൻസ് റിപ്പോർട്ടിംഗ് ആണെങ്കിലും അത് റിമോട്ട് വർക്ക് ഒരുപാട് കാലം മുതലേ ഉണ്ട്. കോവിഡ് വന്നതിന് ശേഷമാണെന്ന് തോന്നുന്നു ഇൻ്റർനെറ്റ് ഉപയോഗിച്ചിട്ടുള്ള റിമോട്ട് വർക്കിൻ്റെ സാധ്യതകൾ കൂടുതൽ ആൾക്കാർ അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് പേര്, എനിക്കറിയാവുന്ന ഒരുപാട് പേര് ഓൺലൈൻ ട്യൂഷൻ എടുക്കുന്നുണ്ട്. എൻ്റെ ക്ലാസ്മേറ്റ്സ്, എൻ്റെ സഹപാഠികളായിട്ടുള്ള ഒരുപാട് പേര് പിള്ളേരെ പഠിപ്പിക്കുന്നുണ്ട്. MBBS സ്റ്റുഡൻസിനെ പഠിപ്പിക്കുന്നുണ്ട്, ട്യൂഷൻ എടുക്കുന്നുണ്ട്, കോച്ചിങ് എടുക്കുന്നുണ്ട്, ലൈഫ് കോച്ചിങ്. അങ്ങനെ നമുക്ക് കാണാൻ പറ്റും. ഇതാണ് ലൈഫ് ബേർഡിൻ്റെ ഫ്ലൈബേർഡിൻ്റെ വാച്ച്. ഓക്കെ, അപ്പോൾ ഫ്ലൈബേർഡ് എന്ന് പറഞ്ഞ ആശയം ഉണ്ടായത് 2020-ലാണ്. അതായത് ഞാൻ 2009 ഇൻഫോപാർക്കിൽ ഒരു സോഫ്റ്റ്വെയർ കമ്പനി സ്ഥാപിച്ചപ്പോൾ നമുക്ക് സോഫ്റ്റ്വെയറിന് കിട്ടുന്ന ഓർഡറിനേക്കാളും കൂടുതൽ വരുന്നത് റിമോട്ട് വർക്ക്. അതായത് പലർക്കും വോയിസ് ഓവർ വേണം, ഗ്രാഫിക് ഡിസൈനിങ് വേണം, വീഡിയോ എഡിറ്റിങ്, പിന്നെ മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ ഇപ്പോൾ ഏതാണ്ട് ഇല്ലാണ്ടായിട്ടുണ്ട്. അങ്ങനത്തെ ജോലികളൊക്കെയാണ് അന്ന് വന്നുകൊണ്ടിരുന്നത്. അതെല്ലാം നമ്മൾ പുറത്തുള്ള വേറെ കമ്പനികൾക്ക്, ബോംബെ, ബാംഗ്ലൂർ, ഹൈദരാബാദ്, അങ്ങനെ കമ്പനികൾക്കൊക്കെ കൊടുക്കുമായിരുന്നു. അപ്പോൾ അതിൻ്റെ നമ്മളങ്ങനെ വർക്ക് കൊടുത്ത ഇതിൻ്റെ ഒരു എസ്റ്റിമേഷൻ 2020 എടുത്തപ്പോൾ 1,75,00,000 മേലെ അങ്ങനത്തെ വർക്ക് നമുക്ക് വന്ന് പോയിട്ടുണ്ട് നമ്മളിലൂടെ. അപ്പോൾ എന്തുകൊണ്ട് നമ്മൾക്കിത് നമ്മളുടെ ആൾക്കാർക്ക് കൊടുത്തുകൂടാ? എന്തുകൊണ്ട് മറ്റ് നാട്ടുകാർക്ക് കൊടുക്കണം? അങ്ങനെ ഒരു ആശയത്തിലാണ് ഫ്ലൈബേർഡ് ഇതാവുന്നത്. അപ്പോൾ ഫ്ലൈബേർഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ തൽക്കാലം വെബ്സൈറ്റ് മാത്രമേ ഉള്ളൂ. വെബ്സൈറ്റിൽ ജോബ് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് കുറച്ച് റിമോട്ട് വർക്കേഴ്സ് ഉണ്ട് ഇപ്പോൾ പല രാജ്യങ്ങളിലും. ഹംഗറി, ഫിലിപ്പീൻസ്, ജനീവ, US, മൊണാക്കോ, പല സ്ഥലങ്ങളിലുള്ള ആൾക്കാരും ഉണ്ട്. ശ്രീലങ്ക, പാകിസ്ഥാൻ, നേപ്പാൾ. അപ്പോൾ അങ്ങനത്തെ വർക്കുകൾ ചിലരൊക്കെ അങ്ങനെ വർക്ക് വരുമ്പോൾ നമ്മൾ ഡയറക്റ്റായിട്ട് കൊടുക്കും. നമുക്ക് ചെറിയ കമ്പനിക്ക് കമ്മീഷൻ കിട്ടും. അവർക്ക് ഒരു പാർട്ട് ടൈം ജോബ് പോലെ ചെയ്യാനും പറ്റും. അപ്പോൾ നമ്മൾ ഫ്ലൈബേർഡ് എന്ന് പറയുമ്പോൾ ഒരു വുമൺ എംപവർമെൻറ്റ്, സ്ത്രീ ശാക്തീകരണം എന്നുള്ള ഒരു ഇതിലാണ് നമ്മളത് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ ആപ്പ് ഡെവലപ്പ് ചെയ്ത് കഴിയുമ്പോൾ, ആപ്പ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നിങ്ങളൊരു ആർട്ടിസ്റ്റ് ആണെങ്കിൽ ആർട്ടിസ്റ്റിൻ്റെ
കാറ്റഗറിയിൽ വരുന്ന നിങ്ങൾക്കൊരു കുറച്ച് നിങ്ങളുടെ വർക്കുകൾ പ്രദർശിപ്പിക്കാം. പിന്നെ അതിൽ വരുന്ന എന്തെങ്കിലും അങ്ങനത്തെ ഗ്രാഫിക്കൽ വർക്ക്, പോർട്രേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ പെയിൻറ് ചെയ്യാനോ ഒക്കെ വല്ല വർക്കുകൾ വരികയാണെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ നിങ്ങളുടെ പ്രൊഫൈലും നിങ്ങളുടെ വർക്കൊക്കെ നോക്കിയിട്ട് വർക്ക് തരുന്ന എംപ്ലോയർ നിങ്ങളെ അത് ഏൽപ്പിക്കും, നിങ്ങൾക്ക് അത് എടുക്കാം. നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നുമില്ല. പല കമ്പനികളും കുറേ കമ്പനികൾ ടാസ്ക് മന്ത്ര എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കമ്പനികൾ ആൾക്കാർ 1000 രൂപ ടെസ്റ്റ് പാസ്സാവാനൊക്കെ വാങ്ങിക്കുന്നുണ്ട്. എന്നിട്ട് വർക്കൊന്നും കൊടുക്കുന്നില്ല, ചുമ്മാ ഒരു ഓൺലൈനിൽ ക്ലാസ്സൊക്കെ എടുത്ത് ഇങ്ങനെ നടക്കുകയാണ്. അതെന്തെങ്കിലും ആയിക്കോട്ടെ, അവർ നല്ലതാണോ ചീത്തയാണോ എന്നൊന്നും നമുക്ക് ഇവിടെ വിശകലനം ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഒരുപാട് നമ്മളിപ്പോൾ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണും, നമ്മുടെ വെബ്സൈറ്റിൽ നോക്കിയാൽ കാണും, നമ്മൾ മെയിൻ പ്രൊമോട്ടേഴ്സൊക്കെ എല്ലാം സ്ത്രീകളാണ്. CEO ആയ ഞാനും CTO ആയ ജ്യോതിസ് ഒഴിച്ച് ബാക്കി എല്ലാവരും സ്ത്രീകളാണ്. അവരുടെ കൂടെ മനസ്സിൽ വന്ന ഒരാശയമാണിത്. നമ്മളത് പ്രൊമോട്ടേഴ്സിനെയാണ് ഇപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് നോക്കുന്നത്. പ്രൊമോട്ടേഴ്സിനെന്ന് വെച്ചാൽ നമ്മളെ ഈ കമ്പനിയിൽ, അതായത് ഫ്ലൈബേർഡിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് ആൾക്കാരോട് പറഞ്ഞ് അവരെ ചേർക്കുന്ന പ്രൊമോട്ടേഴ്സ്. അതായത് പ്രൊമോട്ടേഴ്സ് എന്ന് പറയുമ്പോൾ അവരൊരു മോഡറേറ്റർ സ്റ്റാറ്റസ് വരും. CEO ഉണ്ട്, അതിന് താഴെ വരുമ്പോൾ അതിന് ഏറ്റവും താഴെയാണ് വർക്കേഴ്സ് വരുന്നത്, അവർ മേലെ പ്രൊമോട്ടേഴ്സ് വരും. പ്രൊമോട്ടേഴ്സിൻ്റെ പ്രധാന ഒരു ജോബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരെ വാട്സപ്പ് ഗ്രൂപ്പോ ടെലിഗ്രാം ഗ്രൂപ്പോ വഴിയൊക്കെ ആൾക്കാരെ അതിൽ ചേർക്കുക. എന്നിട്ട് അവരോട് ഇങ്ങനത്തെ സംഭവം ഉണ്ടെന്ന് പറയുക, അവർക്ക് വെബ്സൈറ്റ് കാണിച്ചു കൊടുക്കുക, ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ പറയുക. ഒരു ഗുണം പ്രൊമോട്ടേഴ്സിന് കിട്ടുന്ന ഒരു ഗുണം എന്ന് വെച്ചാൽ അവർ ചേർക്കുന്ന ആൾക്കാർ ചെയ്യുന്ന ജോബ്, ഒരാൾ 1000 രൂപയുടെ ഒരു ജോലി ചെയ്തു എന്ന് വെച്ചാൽ പ്രൊമോട്ടർക്ക് 100 രൂപ കിട്ടും, കമ്പനിക്ക് 100 രൂപ കിട്ടും. 800 രൂപയാണ് ഈ ജോലി ചെയ്ത ആൾക്ക് കിട്ടുന്നത്. അപ്പം അങ്ങനെ നമ്മളെ കീഴിൽ 10,000 പേരുണ്ടെന്ന് വരുന്നത്. 10,000 പേര് 1000 രൂപയുടെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 1 million ആയി. അപ്പോൾ അതിൻ്റെ ഒരു 10% എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് 1,00,000 രൂപയോളം ഒന്നും ചെയ്യാതെ അവർ വർക്ക് ചെയ്തിട്ട് നിങ്ങൾ വർക്ക് ചെയ്യാതെ നിങ്ങൾക്ക് കിട്ടും. അത് പ്രൊമോട്ടറായിട്ടിരിക്കുന്ന ഒരാളുടെ ആ ഒരു കഴിവ്, മറ്റു കഴിവുകളൊന്നുമില്ല. ഗ്രൂപ്പ് മാനേജ് ചെയ്യാൻ പറ്റുന്ന ആളാണെന്നുണ്ടെങ്കിൽ പ്രൊമോട്ടർ ആവാം. അല്ല, നിങ്ങൾക്ക് ടാലൻ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടാലൻറ്റിനനുസരിച്ചിട്ടുള്ള ജോബ് വരുമ്പോൾ ആ ജോബ് എടുത്ത് നിങ്ങൾക്ക് നേരിട്ട് സമ്പാദിക്കാം. അപ്പോൾ നിങ്ങൾ ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരിക്കണം, ID കാർഡും പ്രൂഫും ഉണ്ടായിരിക്കണം. പിന്നെ സ്ത്രീകൾക്ക് മാത്രമേ ഇതിനകത്ത് റിമോട്ടായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഓഫ്ലൈനായിട്ട് ഓൺസൈറ്റിൽ ആണുങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അത് ലിങ്ക്ഡിൻ പോലെ തന്നെ അവരുടെ പ്രൊഫൈലൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ എംപ്ലോയേഴ്സ് അവർ കണ്ടെത്തി. ഇപ്പോൾ ഒരു 60 TG വെൽഡേഴ്സിന് വേണമെന്ന് വെച്ചാൽ പെട്ടെന്ന് കിട്ടാനൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരുപാട് 60 TG വെൽഡേഴ്സ് ഉണ്ട് എങ്കിൽ എംപ്ലോയേഴ്സിന് ഈ 60 TG വെൽഡറിന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവരെല്ലാം കിട്ടും. ഇവർക്കെല്ലാം മെസ്സേജ് വെച്ച് ഇവരെല്ലാം ഒരു പെട്ടെന്നുള്ള ഒരു പ്രോജക്റ്റിന് വേണ്ടി ഡിപ്ലോയ് ചെയ്യാൻ പറ്റും, അതിന് വിനിയോഗിക്കാം. അപ്പോൾ ഓഫ് സൈറ്റ്, അത് ആണുങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ജോലിയാണ്. പിന്നെ പെണ്ണുങ്ങളുടെ പേരിൽ വേണമെങ്കിൽ ആണുങ്ങൾക്ക് അക്കൗണ്ട് എടുക്കാം, അവരെ ഭാര്യമാരെയോ മക്കളുടെയോ അനിയത്തിയുടെയോ ചേച്ചിയുടെയൊക്കെ പേരിൽ എടുക്കാം. പക്ഷേ സ്ത്രീകളുടെ അക്കൗണ്ടിലേക്കായിരിക്കും ക്യാഷ് വരുന്നത്. വെരിഫിക്കേഷൻ ഉണ്ടാവും, ID വെരിഫിക്കേഷൻ ഉണ്ടാവും, OTP വെരിഫിക്കേഷൻ എല്ലാം ഉണ്ടാവും. അപ്പോൾ ഇപ്പോൾ ആപ്പ് ഡെവലപ്മെൻറ്റിലാണ്. 1 മാസത്തിനുള്ളിൽ ബീറ്റ ടെസ്റ്റിംഗ് കഴിഞ്ഞിട്ട് അത് റിലീസാവും. റിലീസായി കഴിഞ്ഞാൽ റിലീസാവുന്ന സമയത്ത് ഒരുപാട് പേര് മെമ്പേഴ്സ് ഉണ്ടാവണം. നമുക്ക് അധികം മാർക്കറ്റിങ്ങിന് എക്സ്പെൻസ് ഇല്ലാത്ത തരത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രൊമോട്ടേഴ്സിനെ നമ്മൾ നോക്കുന്നത്. അപ്പോൾ
ജോബ് ഏത് തരത്തിലുള്ള ജോബ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന ജോബാണ് അത്. റിമോട്ട് വർക്കായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് ഓൾറെഡി ജോലി തരാനുള്ള ആൾക്കാരുണ്ട്, ചെയ്യാനുള്ള ആൾക്കാർ കുറച്ച് പേരുണ്ട്. നമുക്ക് കൂടുതൽ ആൾക്കാർക്ക് ഇതിലെത്തിക്കുക എന്നുള്ളതാണ്. അത് കേരളത്തിൽ നിന്ന് അത് ഈ ഒരു സംരംഭം ലോകം മുഴുവനും വ്യാപിക്കട്ടെ എന്നാണ് വിചാരിക്കുന്നത്. ഇപ്പോൾ ഓൾറെഡി ഹംഗറി പോലുള്ള രാജ്യങ്ങളിൽ ഒരുപാട് വർക്കുകൾ ചെയ്യുന്നുണ്ട്. പലസ്തീൻ വാർ കവർ ചെയ്യുന്ന സ്ത്രീകൾ ഉണ്ട്. അപ്പോൾ അവർ ആഴ്ചയിൽ $100-200 വെച്ചിട്ട് സമ്പാദിക്കുന്നുണ്ട്. ഡോളറിലാണ്. അപ്പോൾ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ സംശയങ്ങൾ ഉണ്ടാവാം. അത് കുറേയൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ഉണ്ടാക്കിയത്. എഡിറ്റിംഗ് ഒന്നും ചെയ്തിട്ടില്ല, പ്രിപ്പറേഷൻ ഒന്നും ചെയ്തിട്ടില്ല. എൻ്റെ മനസ്സിൽ നിന്ന് വരുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പ്രൊമോട്ടർ ആവാം. വെബ്സൈറ്റ് ഉണ്ട്, fly-bird.in ആണ്. ഇതിന് മുമ്പത്തെ വീഡിയോയിൽ നോക്കിയാൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് മനസ്സിലാവും. പിന്നെ പല പ്രൊജക്റ്റുകളുണ്ട് ഇതിനകത്ത്. ന്യൂസ് റിപ്പോർട്ടിംഗാണ് പ്രധാനമായിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓരോ ഏരിയയിലെ ന്യൂസ് റിപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ഈ ആപ്പ് റെഡിയാക്കുക. അപ്പോൾ ആപ്പ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്കിപ്പോൾ നിങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ന്യൂസ് പേപ്പർ, അതിലെ ഒരു പ്രാദേശിക ന്യൂസ് നിങ്ങൾ ഫോട്ടോ എടുത്ത് ഇതിലേക്ക് അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മൾ OCR ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചിട്ട് ആ വാർത്തേനെ ലോകത്തിലെ എല്ലാ ഭാഷകളിലേക്കും കൺവേർട്ട് ചെയ്തിട്ട് ഒരു ന്യൂസ് ബുള്ളറ്റിൻ പോലെ, ന്യൂസ് പേപ്പർ പോലെ നമ്മൾ റെഡിയാക്കുന്നു. അത് ഞങ്ങൾ കമ്പനി തന്നെ നേരിട്ട് കൊടുക്കുന്നത്, വേറെ എംപ്ലോയർ കാശ് തന്നിട്ട് തരുന്ന ജോലിയല്ല. അപ്പോൾ അങ്ങനെ ന്യൂസ് റിപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേജിലേക്ക് നമ്മൾ വരും. അത് താമസിയാതെ ഒരു 4-5 മാസത്തിനുള്ളിൽ അത് റെഡിയാവും. അപ്പോൾ എല്ലാവർക്കും എല്ലാ ദിവസവും 1-2 ന്യൂസ് റിപ്പോർട്ട് ചെയ്യാം. ഇപ്പോൾ ഒരു ന്യൂസിന് ചിലപ്പോൾ 100, 20, 50 രൂപ വെച്ച് കിട്ടും. നിങ്ങൾക്ക് നിങ്ങളുടേതായ ഭാഷയിൽ വേണമെങ്കിൽ ടൈപ്പ് ചെയ്യണമെന്നില്ല. ഏതെങ്കിലും ന്യൂസ് പേപ്പറിൽ നിന്നുള്ള ഒരു ന്യൂസ് നിങ്ങൾ സ്കാൻ ചെയ്തിട്ട് അതിനെ പാരഫ്രൈസ് ചെയ്ത് വേറെ ഭാഷത്തിൽ നിങ്ങൾ അത് അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നിങ്ങൾക്കൊരു ഇത് കിട്ടും. ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ നിങ്ങൾ വർക്കലയിൽ അല്ലെങ്കിൽ തിരുവല്ലയിൽ, കോട്ടയത്ത്, കരുമാടിയിൽ ഉള്ള ഒരാളാണെന്ന് കരുതുക. അവിടെ നിന്ന് നിങ്ങൾ ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഈ വർക്കല, തിരുവല്ല, കൊല്ലം, കരുമാടി, ആലപ്പുഴ ഈ ഭാഗത്തു നിന്നുള്ള ആൾക്കാർ അവിടുത്തെ ന്യൂസ് അറിയാൻ പറ്റും. പക്ഷെ അവിടെ നിന്ന് പ്രവാസികളായിട്ട് ഞങ്ങളെപ്പോലെ വേറെ രാജ്യങ്ങളിൽ വന്ന് താമസിക്കുന്ന ആൾക്കാർക്ക് അവരുടെ നാട്ടിൽ നിന്നുള്ള ന്യൂസ് എങ്ങനെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ സെർച്ച് ചെയ്ത് പോകേണ്ടി വരും. എന്നാലും കിട്ടുന്നത് ഫേക്ക് ന്യൂസുകളായിരിക്കും. പക്ഷെ നിങ്ങൾ ഡെയിലി റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ, പ്രൊമോട്ടേഴ്സ് നല്ല റിമോട്ട് ജോബ് ചെയ്യുന്ന ആർക്കും ചെയ്യാവുന്ന ഒരു ജോലിയാണ്. പ്രത്യേകിച്ച് ടാലൻ്റ് ഒന്നും വേണ്ട. ടാലൻ്റുള്ളവർക്ക് ചെയ്യാവുന്ന മറ്റ് ജോലികളുണ്ട്, അതിന് റേറ്റ് കൂടുതലായിരിക്കും. പക്ഷേ ഇത് ടാലൻ്റ് ഇല്ലാണ്ട് മൊബൈൽ ഫോൺ ഉപയോഗിച്ച് വെറുതെ ഒരു ഫോട്ടോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ കൊടുങ്ങല്ലൂർക്കാരൻ. ഞാനിവിടെ ഇരുന്ന് ദുബായിലിരുന്നിട്ട് എനിക്ക് കൊടുങ്ങല്ലൂരത്തെ ന്യൂസൊക്കെ എന്നുണ്ടെങ്കിൽ കൊടുങ്ങല്ലൂരിൽ നിന്ന് വീട്ടമ്മമാർ ഒരു 100 പേര് അന്നത്തെ ന്യൂസ് പല ഭാഗത്തു നിന്നുള്ള ന്യൂസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് കൊടുങ്ങല്ലൂരത്തെ ഒരു ന്യൂസ് പേപ്പർ വായിക്കുന്ന ഒരു ഫീല് കിട്ടും. ഞാൻ പിന്നെ ഇനി വേറെ തപ്പി ചെയ്ത് നടക്കണ്ട, എല്ലാ ദിവസവും എനിക്ക് കിട്ടും. അപ്പം എനിക്ക് ഒന്നിലധികം ന്യൂസ് കൊടുങ്ങല്ലൂരിൽ നിന്നുള്ള കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാനത് പെയ്ഡ് സബ്സ്ക്രൈബറാണ്. അപ്പം ഞാനത് കാശ് കൊടുത്തിട്ട് ഞാനത് ആ ന്യൂസ് വാങ്ങിക്കും. അപ്പം ഞാൻ തരുന്ന കാശ്, അതേപോലെ പല ആൾക്കാരും ഇത് സബ്സ്ക്രിപ്ഷൻ വാങ്ങിക്കുന്ന ആൾക്കാർ തരുന്ന കാശിൻ്റെ ഒരു റവന്യൂ ആണ് ഈ റിപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് കിട്ടുന്നത്. അതേപോലെ ഈ ബ്രേക്കിംഗ് ന്യൂസ് ആയാലും ലോകം മുഴുവൻ വെച്ചാൽ അത് പല ഭാഷയിലും കാണും. ഇപ്പം കേരളത്തിലിരുന്നിട്ട് മലയാളത്തിലുള്ള ന്യൂസ് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആ മലയാളത്തിലുള്ള ഭാഷ ചൈനീസിലും സ്വാഹിലിയിലും ഫിലിപ്പീനോ, താഗലോഗ്, അമാരിക്, ഒറേമോ അങ്ങനെ പല പല ഭാഷയിലും അത് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ട അവരുടേതായ ഭാഷയിൽ അവർക്ക് വായിക്കാൻ പറ്റും. അത് ചിലപ്പോൾ പ്രാദേശിക ന്യൂസ് അവർ താല്പര്യപ്പെട്ടൊന്നുമില്ല. പക്ഷെ ഒരു ബ്രേക്കിംഗ് ന്യൂസ് ചിലപ്പോൾ
അല്ലെങ്കിൽ ഒരു പെണ്ണ് വേറെ ആരെങ്കിലും കൂടെ ഒളിച്ചോടിപ്പോയി എന്നുള്ളൊരു ന്യൂസ്, അത് ഏത് ലോകത്തുനിന്ന് ഏത് കോർണറിൽ നിന്നായാലും ചിലപ്പോൾ അത് വായിക്കാനായിട്ട് നമുക്ക് താല്പര്യം ഉണ്ടാവും. വായിക്കുന്ന ആൾക്കാരുണ്ടെന്ന് എനിക്കറിയാം. അങ്ങനത്തെ ന്യൂസ് തേടി പിടിച്ചിട്ട് വായിക്കുന്നവരുണ്ടാവും. അത് ചിലപ്പോൾ ബ്രേക്കിംഗ് ന്യൂസ് ആയെന്ന് വരും. ബ്രേക്കിംഗ് ന്യൂസ് ആകുമ്പോൾ വായിക്കുന്ന ആൾക്കാരുടെ എല്ലാം ഈ സബ്സ്ക്രിപ്ഷൻ ഉപയോഗിച്ചിട്ടുള്ള എല്ലാവരുടെ കയ്യിൽ നിന്നും ഒരു ചെറിയ എമൗണ്ട് ഈ ബ്രേക്കിംഗ് ന്യൂസ് റിപ്പോർട്ട് ചെയ്ത ആൾക്ക് വരും. അത് വലിയൊരു എമൗണ്ട് ആയിരിക്കും ചിലപ്പോൾ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ ഫ്ലൈബേർഡ് എന്ന് പറയുന്നത് ഇതൊരു ഒരു ഒരു അടിത്തറയാണ്. ഇതിനകത്ത് ഒരുപാട് സാധ്യതകളുണ്ട്. ഈ സാധ്യതകളൊക്കെ നമ്മൾ ഉപയോഗിക്കണം. പിന്നെ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സജഷൻ ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഫീഡ്ബാക്ക് ഉപയോഗിച്ചിട്ട് നമുക്കതിനെ ഫർദറായിട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ അധികം ചെയ്യുന്നില്ല. ഇനി കൂടുതൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അതിനുള്ള മറുപടി നിങ്ങൾക്ക് തരാം. പിന്നെ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റും കുറച്ച് നോക്കുന്നുണ്ട്. UAE ഗവൺമെൻറ്റിൻ്റെ വിമൻ എംപവർമെൻറ്റ് പ്രോഗ്രാമിൻ്റെ പൈലറ്റ് സ്റ്റഡിക്ക് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കിട്ടുകയാണെങ്കിൽ നല്ലൊരു ഗ്രാൻഡ് നമുക്ക് കിട്ടും. അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് നമ്മളെ കയ്യിൽ നിന്നുള്ള അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇത്തരം പാർട്ട്നേഴ്സിൻ്റെ കയ്യിൽ നിന്നുള്ള അതുകൊണ്ട് എടുക്കണമെന്ന് വെച്ചാൽ ഒരുപാട് ക്ലൗഡ് സ്റ്റോറേജ് ഒക്കെ വേണ്ടി വരുന്നതാണ്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കണം. ഹിസ്റ്റോറിക്കൽ ഡാറ്റ വേണം. അതായത് വർഷങ്ങളോളം ന്യൂസുകൾ കാര്യങ്ങൾ സൂക്ഷിക്കണം. ഡാറ്റ എക്സ്ചേഞ്ച് ഉണ്ട്, പേയ്മെൻറ്റ് ഗേറ്റ് വേ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരുപാട് എമൗണ്ട് വേണ്ടി വരും. അപ്പോൾ ഇൻവെസ്റ്റേഴ്സിനെ നമ്മൾ നോക്കുന്നുണ്ട്. അതിന് താല്പര്യമുള്ളവരും അറിയിക്കുക. ഇപ്പോൾ തൽക്കാലം ഞാൻ മലയാളത്തിലാണിത് ഇടുന്നത്. I'll be soon talking in English about the whole talk that I gave today. Probably some other day because time is limited. Yes, time is limited. This ഫ്ലൈബേർഡിൻ്റെ വാച്ചാണ് കണ്ടോ, റൈറ്റ്. അപ്പോൾ സമയം ഇല്ലാത്തതുകൊണ്ടും പിന്നെ ഒരുപാട് വലിയ വീഡിയോ ആയതുകൊണ്ടും അത് അപ്ലോഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടും ഞാനത് 18 മിനിറ്റിനുള്ളിലാക്കുകയാണ്. നിങ്ങൾക്കുള്ള സംശയങ്ങളും എന്തൊക്കെ എന്നോട് ചോദിക്കാം. ഞാൻ ജെന്യുവനായിട്ടുള്ള ഒരാളാണ്. നാട്ടിൽ എൻ്റെ അഡ്രസ്സൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഫേക്കായിട്ടുള്ള ആൾക്കാർ പേരും സ്ഥലങ്ങളും വെളിപ്പെടുത്താത്ത ആൾക്കാർ, നമ്പർ കൊടുക്കാത്ത ആൾക്കാർ പോലെ കണക്കാക്കരുത്. ഞാൻ വിക്കിപീഡിയയിൽ ഒരുപാട് 2006 മുതൽ എഴുതുന്ന ആളാണ്. വിക്കിപീഡിയയിൽ ചള്ളിയാൻ പേരിൽ തപ്പി കഴിഞ്ഞാൽ കിട്ടും. അപ്പോൾ കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ നമുക്ക് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. ഞാൻ റിപ്ലൈ അയക്കാനായിട്ട് നോക്കാം. നമ്പർ വേണമെങ്കിൽ നമ്പർ തരാം. പ്രൊമോട്ടർ ആവാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അത് ആണുങ്ങളായാലും, പക്ഷേ ആണുങ്ങളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല. എന്ന് വെച്ചാൽ അത് നമ്പർ മിസ്യൂസ് ചെയ്യപ്പെടാം. അതുകൊണ്ട് പെണ്ണുങ്ങൾ മാത്രമുള്ള ഒരു ഗ്രൂപ്പുകൾ പ്രൊമോട്ട് ചെയ്യാനാണ് നമ്മൾ താല്പര്യപ്പെടുന്നത്. ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. നിങ്ങളുടെ കമൻ്റൊക്കെ കേട്ടിട്ട് ഞാൻ അടുത്ത വീഡിയോ ചെയ്യാം. നന്ദി, നമസ്കാരം.